മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ അന്ത്യോപചാരം അർപ്പിക്കാൻ മോഹൻലാലിന്റെ വസതിയിലേക്ക് എത്തുന്നത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ മോഹൻലാലിന് എന്ന നടൻ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ആണ്, ഏറ്റവും പ്രിയപ്പെട്ട നടൻ ആണ്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ കുടുംബാംഗങ്ങളും മലയാളികളിൽ വലിയൊരു വിഭാഗത്തിന് പ്രിയപ്പെട്ടതായി മാറിയിരുന്നു. പലപ്പോഴും മോഹൻലാലിന്റെ അഭിമുഖങ്ങളിൽ വ്യക്തിപരമായ സംഭാഷണങ്ങളിലൊക്കെ അമ്മയെക്കുറിച്ച് വാചാലനാകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അമ്മയുമായുള്ള ആ വൈകാരികമായ അടുപ്പം അത് മലയാളികൾക്ക് ബോധ്യമുള്ള ഒന്ന് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നമ്മുടെ രാജ്യം നൽകുന്ന ഏറ്റവും പരമോന്നതമായ പുരസ്കാരം മോഹൻലാലിനെ തേടിയെത്തിയിരുന്നു, ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം. ആ പുരസ്കാരം സ്വീകരിച്ചതിന് ശേഷം പോലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ അമ്മയെ കണ്ടിട്ട് വരട്ടെ എന്ന തരത്തിൽ പ്രതികരിച്ച മോഹൻലാലിനെ നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ജീവിതത്തിലെ എല്ലാ നേട്ടങ്ങളും അമ്മയ്ക്ക് കാണാൻ സാധിച്ചു എന്നത് വലിയ ഭാഗ്യമല്ലേ എന്ന ചോദ്യം ആയിരുന്നു മോഹൻലാലിൻ്റെ ഭാഗത്ത് നിന്ന് അന്ന് ഉണ്ടായത്. തീർച്ചയായും ഒരു മകൻ എന്ന നിലയിൽ എല്ലാ നേട്ടങ്ങളും സിനിമയിൽ സജീവമായത് മുതൽ പിന്നീടുള്ള നേട്ടങ്ങളുടെ പടികൾ കയറുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ അമ്മയ്ക്ക് സാധിച്ചു എന്ന് തന്നെയാണ് മോഹൻലാൽ അന്ന് ഓർത്തെടുത്ത് പറഞ്ഞത്. ഇപ്പോൾ കാണുന്ന വസതി അത് മോഹൻലാലിൻ്റെ കുട്ടിക്കാലം, ബാല്യകാലം, മോഹൻലാൽ എന്ന സിനിമാ താരത്തിൻ്റെ ഉദയം അതിനെല്ലാം സാക്ഷ്യം വഹിച്ചിട്ടുള്ള വസതിയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഇടങ്ങളിൽ ഒന്ന് എന്ന് മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുള്ള തിരുവനന്തപുരത്തെ വസതിയാണ് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതനുസരിച്ച് നിരവധി ആളുകൾ ഇതിനോടകം തന്നെ അന്ത്യോപചാരം അർപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ വസതിയിലേക്ക് എത്തി അന്ത്യോപചാരം അർപ്പിക്കുകയാണ്. നേരത്തെ ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം അവിടെ വെച്ച് തന്നെ പിണറായി വിജയൻ വേദിയിൽ തന്നെ പറഞ്ഞതാണ് ഒട്ടേറെ തിരക്കുകൾ ഉള്ള ഒരു ദിവസമാണ്, അതുകൊണ്ട് തന്നെ ആ ചടങ്ങ് പൂർത്തീകരിക്കാൻ നിൽക്കുന്നില്ല, മറ്റ് ചില ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ നിന്ന്, അതായത് ശിവഗിരിയിൽ നിന്ന് പിന്നീട് നേരിട്ട് മുഖ്യമന്ത്രി പുറപ്പെട്ടത് മോഹൻലാലിൻ്റെ വസതിയിലേക്ക് എന്ന് തന്നെയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി അന്ത്യോപചാരം അർപ്പിക്കുന്നുണ്ട്. അഭിലാഷ് തുടരുകയാണ്. അഭിലാഷ്, വൈകിട്ട് സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെ സംസ്കാര ചടങ്ങ് നടത്താൻ സാധിക്കും, അങ്ങനെ വേണ്ട ഇപ്പോഴത്തെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോഹൻലാലിൻ്റെ അമ്മയ്ക്ക് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി മുടവൻ മുകളിലെ വസതിയിലേക്ക് എത്തിയതിൻ്റെ ദൃശ്യങ്ങൾ ആണ് പ്രേക്ഷകർ കാണുന്നത്. അഭിലാഷ്, തുടരാം. അഭിലാഷ്, മുഖ്യമന്ത്രി വിജയൻ മോഹൻലാലിന്റെ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിച്ച ശേഷം ഇപ്പോൾ മടങ്ങുകയാണ്. വലിയ രീതിയിലുള്ള തിരക്കാണ് ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി വളരെ വേഗം തന്നെ എത്തുകയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം മോഹൻലാലിനെ ആശ്വസിപ്പിച്ച് മടങ്ങുകയാണ് ഉണ്ടായത്. അത്ര വലിയ തിരക്കാണ്, കാരണം ഈ ഒരു പ്രദേശം ഒരു വലിയ ഇത്രയും വലിയ ജനക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മേഖലയല്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ വലിയ സുരക്ഷാ ക്രമീകരണം ഉള്ളതുകൊണ്ട് അദ്ദേഹം പെട്ടെന്നെത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണ്. അത് വലിയ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. 10 മണിയോട് കൂടി തന്നെ നിയന്ത്രണ വിധേയത്തിന് അധികമായിട്ടുള്ള തിരക്കാണ് ഇവിടെ വരുന്നത്. നമുക്കറിയാം, മോഹൻലാൽ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് പറഞ്ഞിരുന്നതാണ്, കുഞ്ഞിലെ തന്റെ അമ്മ തനിക്ക് ചോറ് തന്നതുപോലെ ഇപ്പോൾ താൻ തന്റെ അമ്മയ്ക്ക് അതുപോലെ തനിക്ക് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് തനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള കാര്യമൊക്കെ മോഹൻലാൽ നിറകണ്ണുകളോടെ പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ അമ്മയോട് സംസാരിക്കുന്നത്, അമ്മയോട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അതിന്റെ അമ്മയുടെ കണ്ണിൽ നിന്ന് കാര്യം മനസ്സിലാക്കിയാണ് തങ്ങൾ ആശയവിനിമയം നടത്തുന്നത്. അമ്മ തന്റെ കയ്യിൽ തൊടുന്നതും അതുപോലെ അമ്മ പറയുന്നത് കേട്ടതിന് തല കുലുക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് തങ്ങൾ ആശയവിനിമയം നടത്തിയതെന്ന് നിറകണ്ണുകളോടെ മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിരുന്നു. അങ്ങനെ കഴിഞ്ഞ 12 വർഷമായി പക്ഷാഘാതത്തിന് വന്നതിന് ശേഷം ചികിത്സയിലായിരുന്നു അമ്മ. മാത്രമല്ല, ഈ വീട് ഇപ്പോൾ ഈ മുടവന്നുകളിലെ ഹിൽജി എന്ന് പറയുന്ന വീട് അമ്മയെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വീടായിരുന്നു. മോഹൻലാൽ 3 വയസ്സുള്ളപ്പോൾ അച്ഛൻ വിശ്വനാഥൻ നായർ സ്ഥലം വാങ്ങിച്ച ശേഷം ഇവിടെ വീട് വെച്ചതാണ്. മാത്രമല്ല, മോഹൻലാലിനെ സംബന്ധിച്ച് മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ അച്ഛനും അമ്മയും വളരെ നിർണായകമായ പങ്കാണ് വഹിച്ചത്. അതിൽ പ്രധാനപ്പെട്ടത് ഈ വിശ്വനാഥൻ നായർ തിരുവനന്തപുരത്ത് സെക്രട്ടറിയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഒരു ജോലിക്ക് സമർപ്പിക്കുന്നതും പരീക്ഷ എഴുതുന്നതും. ആ പരീക്ഷയിൽ 1ാം റാങ്ക് നേടി വിജയിച്ചെങ്കിലും പിന്നീട് മക്കളുടെ പഠനത്തെ തുടർന്ന് പഠനം മുടങ്ങണ്ട അല്ലെങ്കിൽ
പഠനത്തിന് വിഘ്നം വരണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ ജോലി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. പിന്നീട് വിശ്വനാഥൻ നായരുടെ പിന്നാലെ രണ്ടാമനായി ജയിച്ച ആൾ പിന്നീട് ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണൊക്കെ ആയ കാര്യങ്ങളുണ്ട്. അങ്ങനെ അമ്മയും അച്ഛനും രണ്ടുപേരും മകന്റെ പഠനത്തിനും അഭിനയ ജീവിതത്തിനും ഒപ്പം നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ ഒപ്പം നിന്ന രണ്ടുപേരും ഇപ്പോൾ അവസാനം കൂടെ ഉണ്ടായിരുന്ന അമ്മയും ഇപ്പോൾ മോഹൻലാലിനെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. 2025 അവസാനിക്കുമ്പോൾ വേദന നൽകിയാണ് 2025 കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വാർത്ത. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ വീട്ടിന്റെ പുറകിലുള്ള സ്ഥലത്ത് അച്ഛന്റെയും സഹോദരന്റെയും ഒപ്പം ഇനി മോഹൻലാൽ ഇന്ന് അമ്മയ്ക്കും അന്ത്യോപചാരം അർപ്പിക്കും, അവസാന കർമ്മങ്ങൾ ചെയ്യും. അതോടുകൂടി മോഹൻലാലിന്റെ അമ്മയും ഈ ഭൂമിയോട് വിട പറയും. 90 വർഷം അവർ ഈ ഭൂമിയിൽ ജീവിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് MG ശ്രീകുമാർ പറഞ്ഞ ചില വാക്കുകളുണ്ട്. അതായത് മോഹൻലാൽ ഒരുമിച്ച് പഠിക്കുന്നു, മോഹൻലാലും പ്രിയദർശനും ഒക്കെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരുമിച്ച് പഠിക്കുന്ന സമയത്ത് ഇവരെല്ലാം ഈ വീടും ഈ പരിസരവുമായി കളിച്ചു വളരുകയാണ് ചെയ്തത്. സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് തിരിച്ച് ഈ വീട്ടിലേക്ക് മോഹൻലാലിനൊപ്പം കയറി വരുമ്പോൾ മോഹൻലാലിന് നൽകിയ അതേ സ്നേഹം കൂട്ടുകാർക്കും നൽകിയിരുന്നു. അത്രയും സ്നേഹവതിയായ അമ്മയായിരുന്നു. അമ്മയുടെ വിയോഗത്തിൽ വലിയ ദുഃഖമാണെന്ന് ശ്രീകുമാർ അടക്കം പറഞ്ഞിരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തീർച്ചയായും അങ്ങനെ ആ സുഹൃത്തുക്കൾ ഇപ്പോഴും ആ അമ്മയ്ക്ക് യാത്രയയപ്പ് നൽകാൻ ഉണ്ട് എന്നതാണ്. ശാന്തകുമാരി അമ്മ എന്ന പേര് ഒരു പക്ഷേ മലയാളികൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. മോഹൻലാലിൻ്റെ അമ്മ എന്ന നിലയിൽ തന്നെയായിരുന്നു ആ അമ്മ അറിയപ്പെട്ടിരുന്നത്. അവർ വിട പറഞ്ഞിരിക്കുന്നു. അവർക്ക് യാത്രയയപ്പ് ഏവുകയാണ് ഇപ്പോൾ സിനിമാ ലോകം മാത്രമല്ല മലയാളികൾ ഒന്നടങ്കം.